നമസ്കാരം, എല്ലാവർക്കും ഹെൽത്തി ടേസ്റ്റിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് ചപ്പാത്തിയുടെ അതുപോലെ പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറി തയ്യാറാക്കിയാലോ. പനീർ വെച്ചിട്ട് നമുക്കൊരു പനീർ മസാല തയ്യാറാക്കാം. ഇതൊരു നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണ്. ഇത് നമുക്കിന്ന് ധാബ സ്റ്റൈലിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ 200 ഗ്രാമോളം പനീർ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീട്ടിൽ തയ്യാറാക്കുന്ന പനീർ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പനീർ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇതുപോലെ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഒരു ചെറിയ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്, ഇത് ചേർത്ത് കൊടുക്കാം. ഒരല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി ചേർക്കേണ്ടത് ഒരല്പം ഗരം മസാലപ്പൊടിയാണ്. ഇത്രത്തോളം ചേർത്താൽ മതിയാകും. ഇനി പാകത്തിന് ഉപ്പ് കൂടി ചേർക്കാം. ഇതിനി നന്നായി മിക്സ് ചെയ്യണം. ഒരു ഇത്തിരി വെള്ളം കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് പനീർ ചേർത്തിട്ട് നന്നായി ഇളക്കിയെടുക്കാം. ഒരല്പം വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഒരുപാട് വെള്ളം വേണ്ട. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആവുന്ന അത്രയും രീതിയിൽ ഒരിത്തിരി ഒഴിച്ചാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് പനീർ കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. വളരെ പതുക്കെ വേണം ഇത് ചെയ്യാൻ, കാരണം പനീർ ഒട്ടും കട്ടിയില്ലാത്ത ഒന്നാണ്. അതുകൊണ്ട് നമ്മളിങ്ങനെ നല്ല ശക്തിയിൽ ഇത് ഇളക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇത് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ബലം കുറച്ചിട്ട് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ. വേണമെന്ന് തോന്നുവാണെങ്കിൽ ഒരല്പം കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത മസാല ഈ പനീറിലേക്ക് നന്നായിട്ട് കോട്ടായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂറോളം സമയം ഒന്ന് അടച്ചു വെക്കണം. അതിനുശേഷം നമുക്കിതൊന്ന് ലൈറ്റായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് നേരമല്ല, ഒരല്പ സമയം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഈ മസാലയുടെയൊക്കെ ഫ്ലേവർ ഈ പനീറിലേക്ക് ചേരും. ഇത് നല്ല സോഫ്റ്റായി കിട്ടുകയും ചെയ്യും. അതിനുവേണ്ടിയാണ് നമ്മളിങ്ങനെ ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇത് അരമണിക്കൂർ ഒന്ന് മാറ്റി വെക്കുക. ആ സമയം കൊണ്ട് നമുക്ക് ഈ കറിക്ക് വേണ്ട ബാക്കി ചേരുവകളൊക്കെ തയ്യാറാക്കിയെടുക്കാം. പനീർ മസാലയുടെ ഗ്രേവി തയ്യാറാക്കുവാൻ വേണ്ടി ഞാനിവിടെ 3 സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. എത്രത്തോളം ചെറുതായി അരിഞ്ഞെടുക്കാമോ അത്രത്തോളം ചെറുതായി അരിഞ്ഞെടുക്കണം. ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള 3 സവാളയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ചെറുതായി കട്ട് ചെയ്താണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം, അതല്ലെങ്കിൽ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു 3 പച്ചമുളക് 2ആയി കീറി വെച്ചിരിക്കുന്നതാണ്. ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ടാണ് ഞാൻ 3 എണ്ണം എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എരിവ് കുറഞ്ഞ പച്ചമുളകാണ് കയ്യിലുള്ളതെങ്കിൽ ഇതിൽ കൂടുതൽ അളവെടുക്കാം. പിന്നെ എടുത്തിരിക്കുന്നത് 2 തക്കാളി അരച്ച് എടുത്തിരിക്കുന്നതാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇപ്പോൾ തക്കാളിയുടെ എണ്ണം കൂട്ടിയെടുക്കണ്ട, കാരണം പുളി അധികമായി കഴിഞ്ഞാൽ ഈ കറിക്ക് ടേസ്റ്റ് അത്ര ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരു മീഡിയം സൈസിലുള്ള 2 തക്കാളി അരച്ചെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് മസാല തയ്യാറാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇതിൻ്റെ ഗ്രേവി തയ്യാറാക്കാൻ വേണ്ടി ഇപ്പോൾ ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് വഴറ്റിയെടുത്തതിന് ശേഷമാണ് ഇതിലേക്ക് നമ്മൾ ബാക്കി മസാലപ്പൊടികളൊക്കെ ചേർക്കുന്നത്. അത് ഞാൻ ചേർക്കുന്ന സമയത്ത് പറഞ്ഞു തരാം. ആദ്യം നമുക്ക് ഈ ഉള്ളിയും മുളകും ഇഞ്ചിയും ഒക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമുക്ക് ഈ പനീർ മസാലയുടെ ഗ്രേവി തയ്യാറാക്കാൻ തുടങ്ങാം. ഞാനിവിടെ നെയ്യാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ധാബയിൽ നിന്നൊക്കെയുള്ള കറികളാണെങ്കിൽ അത് നല്ല ഓയിലി ആയിരിക്കും. അവർ നെയ്യ് അല്ലെങ്കിൽ ബട്ടറാണ് കൂടുതൽ ഉപയോഗിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പാതി നെയ്യ് എടുത്തിട്ട് പാതി സൺഫ്ലവർ ഓയിൽ പോലെ എന്തെങ്കിലും ഓയിൽ ഉപയോഗിക്കാം. വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ട, കാരണം നമ്മുടെ നാട്ടിലെ കറികൾക്കൊക്കെ ആണല്ലോ വെളിച്ചെണ്ണ കൂടുതൽ നല്ലത്. അതുകൊണ്ട് വെളിച്ചെണ്ണ ഒഴിവാക്കിയിട്ട് സൺഫ്ലവർ ഓയിൽ പോലെ അങ്ങനെ എന്തെങ്കിലും ഒരു ഓയിൽ ഉപയോഗിക്കാം. പാതി നെയ്യ് എടുക്കാം, അതല്ലെങ്കിൽ പാതി ബട്ടർ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ഫുൾ ഞാൻ ഈ ഉപയോഗിച്ചിരിക്കുന്നത് പോലെ തന്നെ നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ മാത്രം ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ ഇന്ന് നെയ്യാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ചൂടാകുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലകൾ ചേർക്കാം. നമ്മുടെ ബിരിയാണി ഇല അല്ലെങ്കിൽ വഷ്ണയില എന്നൊക്കെ പറയുന്നതാണ്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറുകപ്പട്ട ചേർക്കാം. ഒരു 3 ഏലക്കയും കുറച്ച് ഗ്രാമ്പുവുമാണ്, അതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് ജീരകമാണ്. ഇത്രത്തോളം മതിയാകും.
അപ്പോൾ നോർത്ത് ഇന്ത്യൻ കറികളിലെല്ലാം തന്നെ ജീരകം ആദ്യം ചേർത്ത് ഇതുപോലെ എണ്ണയിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കും. അപ്പോൾ അവരുടെ ആ കറിയുടെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും ഇങ്ങനെ ഈ ജീരകം നന്നായി മൂപ്പിച്ചെടുക്കുന്നത് കൂടിയാണ്. ഇതൊരുവിധം നന്നായി മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർക്കാം. ഉള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. തീ ഒരു മീഡിയം രീതിയിലിട്ടിട്ട് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നല്ലൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഈ ഉള്ളി വഴറ്റിയെടുക്കണം. ഈ ഉള്ളി വഴന്നു വരുന്ന സമയം കൊണ്ട് നമുക്ക് പനീർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മളത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് നെയ്യ് ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ടുണ്ട്. ഒരല്പം മതിയാകും. ഇനി ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ കൂടി ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് സമയം ഇട്ടിട്ട് ഫ്രൈ ചെയ്യരുത്. ഒരല്പം നേരം ഇട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മതി. ഉള്ളിയുടെ നിറമൊക്കെ മാറി വരുന്നുണ്ട്. ഞാനിപ്പോൾ ഇടയ്ക്ക് ഒരിത്തിരി ഉപ്പ് ചേർത്ത് കൊടുത്തിരുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചെറുതായി അരിഞ്ഞ് ചേർക്കുകയോ അല്ലെങ്കിൽ ഒന്ന് ചതച്ച് ചേർക്കുകയോ ചെയ്താലും മതി. ഒരു ചെറിയ സ്പൂണോളം ചേർത്താൽ മതി. ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഉള്ളി ഇപ്പോൾ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടിവകകളൊക്കെ ചേർക്കാം. അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ് ചേർക്കുന്നത്. അതുകൊണ്ട് ഒരു 1.5 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് കാശ്മീരി മുളക് പൊടിയാണ്. 1.5 സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം. ഈ പൊടിവകകളെല്ലാം കൂടി നന്നായി മൂത്ത് ഇതിൻ്റെ ഒരു പച്ച ടേസ്റ്റ് മാറുന്ന സമയത്ത് വേണം ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർക്കാൻ. അപ്പോൾ ഈ പനീർ മസാലയുടെ ഗ്രേവി നല്ല തിക്കായിട്ട് വരാൻ, നല്ല കൊഴുപ്പുള്ളതായിട്ട് വരാൻ വേണ്ടി നമ്മൾ ഇന്ന് ഇതിലേക്ക് 1 സ്പൂൺ കടലമാവ് കൂടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ കടലമാവിന് പകരം വേണമെങ്കിൽ ഗോതമ്പ് പൊടി ചേർക്കാം. അതല്ലെങ്കിൽ ബദാമോ കപ്പലണ്ടിയോ അല്ലെങ്കിൽ കാഷ്യൂ നട്ടോ കുതിർത്തതിന് ശേഷം അരച്ചും ചേർക്കാം. ഈ കറി ഒന്ന് അല്പം കട്ടിയായിട്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിത് ചേർക്കുന്നത്. 1 സ്പൂണോളം ചേർത്താൽ മതി, അധികമൊന്നും ചേർക്കണ്ട. നിങ്ങൾ ഈ മേൽ പറഞ്ഞതിൽ ഏത് വേണമെങ്കിലും ഈ കറി ഇച്ചിരി കട്ടിയായിട്ട് കിട്ടാൻ വേണ്ടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കടലമാവാണ് ചേർത്തിരിക്കുന്നത്. ഇത് ഈ പൊടിയുടെ കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അല്പം കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ഇത് ചേർക്കാം. നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ അല്പം കൂടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി കൂടി ഇതിലേക്ക് ചേർക്കണം.
അപ്പോൾ കറിക്ക് നല്ല പുളി ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ വേണമെങ്കിൽ ഒരു തക്കാളി കൂടി ഇതിലേക്ക് അരച്ച് ചേർക്കാം. ഞാനിപ്പോൾ 2 എണ്ണമാണ് ചേർത്തിരിക്കുന്നത്. ഇത് ചെറിയ തീയിൽ അല്പസമയം ഇതൊന്ന് വേവിക്കണം. ഇതൊന്ന് അടച്ച് ഒരല്പസമയം ഒന്ന് വേവിക്കണം. തീ കുറച്ചിട്ട് വേവിച്ചാൽ മതി. ഇതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായി ഇളക്കാം. ഉപ്പൊന്ന് നോക്കണം. ഒരുപാട് ഉപ്പ് ചേർക്കണ്ട, കാരണം നമ്മൾ ഉള്ളി വഴറ്റുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്തിരുന്നു. അതുപോലെ പനീർ മാരിനേറ്റ് ചെയ്യുന്ന സമയത്തും കുറച്ച് ഉപ്പ് ചേർത്തിരുന്നു. അതുകൊണ്ട് ലാസ്റ്റിൽ പനീറെല്ലാം ചേർത്തതിന് ശേഷം ഉപ്പൊന്ന് നോക്കണം. ഇല്ല എങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കണം. ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് കുറച്ച് കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം. കസൂരി മേത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉലുവയുടെ ഉണങ്ങിയ ഇലയാണ്. ഈ നോർത്ത് ഇന്ത്യൻ ഡിഷുകളിലൊക്കെ ടേസ്റ്റിന് വേണ്ടി കസൂരി മേത്തി ചേർക്കാറുണ്ട്. ഒരല്പം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തിളച്ചൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പനീർ ചേർത്ത് കൊടുക്കാം. പനീറിനധികം വേവിൻ്റെ ആവശ്യമില്ല. ഒരു 3-4 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഒരുപാട് സമയം പനീർ വേവിച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് ഹാർഡായിട്ട് പോകും, കട്ടിയായിട്ട് പോകും. അതുകൊണ്ട് പനീർ കുറച്ച് സമയം വേവിച്ചാൽ മതി. ആദ്യം ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് പനീർ ചേർത്ത് കൊടുക്കാം. ആദ്യമേ നമ്മൾ പനീർ ഒന്ന് ഫ്രൈ ചെയ്തിരുന്നു. അതുകൊണ്ട് ഒരുവിധം ഇത് വെന്ത് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി ഒരു 3-4 മിനിറ്റ് കൂടി ഇതൊന്ന് അടച്ച് വേവിച്ചാൽ മതി. കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്കിത് വേണമെങ്കിൽ ഡ്രൈ ആക്കി എടുക്കുകയും ചെയ്യാം. അതല്ല ഇതേപോലെ ഗ്രേവി രൂപത്തിൽ വേണമെങ്കിലും എടുക്കാം. എത്രത്തോളം വെള്ളം ചേർക്കണമെന്ന് അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വേവിക്കാം. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പനീർ മസാല തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്കിത് ഓയിൽ വളരെ കുറച്ചിട്ട് നോൺ സ്റ്റിക്ക് പാത്രത്തിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കുമൊക്കെ വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങളിത് തയ്യാറാക്കി നോക്കുമല്ലോ. അതോടൊപ്പം അഭിപ്രായങ്ങളും അറിയിക്കണം. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.